ഡാൻസ് ചെയ്യുന്ന ഒന്ന് നിർത്താമോ? ഓ പ്ലീസ്, എന്നെ തടയരുതോ. ഞാനിപ്പോൾ ഡാൻസ് ചെയ്യാനുള്ള മൂഡിലാണ്. നീ ഒരിക്കലും പറഞ്ഞാ കേക്കില്ല. നീ ഒബേ എന്നൊരു വാക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തീർച്ചയായും. ഓ, കേട്ടിട്ടുണ്ട് മോളെ. ഓ മോളെ എന്നല്ല, ഒബേ എന്നാണ് പറഞ്ഞത്. ആദ്യം ഡാൻസ് ചെയ്യുന്ന നിർത്ത്. ഓക്കേ. ഒബേ എന്നാൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക എന്നാണ്. നിങ്ങളുടെ രക്ഷിതാക്കളോ ടീച്ചർമാരോ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ശരിയാ. സാധാരണ അവരെന്നോട് പഠിക്കാനും ഒച്ചയുണ്ടാക്കാതിരിക്കാനും പറയും. എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും അവർ പറയാറുണ്ട്. ഒരു ചെറിയ കോഴിക്കുഞ്ഞ് അതിന്റെ അമ്മ പറയുന്നതനുസരിക്കാതെ കഷ്ടപ്പെടുന്നതിനെപ്പറ്റി പറയാം. അനുസരിക്കാൻ പഠിക്കൽ. ഒരു ഗ്രാമത്തിൽ ഒരു പിടക്കോഴി ഉണ്ടായിരുന്നു. അതിന് 3 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ വളരെ അനുസരണമുള്ളവരായിരുന്നു. ഒരിക്കലും അവർ അമ്മയുടെ അടുത്ത് നിന്ന് മാറില്ല. പക്ഷെ മറ്റൊരു കുഞ്ഞ്, അതായത് 3ാമത്തേത്, വളരെ വികൃതിയായിരുന്നു. ചിലപ്പോൾ തനിച്ച് ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു. നോക്കൂ മക്കളെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം തേടി നോക്കണം. 3ാമത്തെ കുഞ്ഞെ നീയും കേട്ടല്ലോ. കേട്ടോ അമ്മേ? അവർ കൊത്തി തിന്നും കൊണ്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ തള്ളക്കോഴി അടുത്തുതന്നെ ഒരു ചോളം കണ്ടു. നോക്കൂ മക്കളെ, അവിടെ ഒരു ചോളം കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അത് തിന്നാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് നിങ്ങളുടെ തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കും. അമ്മ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും 3ാമത്തെ കുഞ്ഞ് പതുക്കെ ചോളത്തിന്റെ അടുത്തെത്തി. അമ്മ എന്നെ നോക്കുന്നില്ല. ഞാൻ ഒരേ ഒരെണ്ണം തിന്നു നോക്കട്ടെ. കോഴിക്കുഞ്ഞ് ഒരെണ്ണം കൊത്തിയെടുത്ത് അത് വിഴുങ്ങാൻ ശ്രദ്ധിച്ചു. കണ്ടില്ലേ, ചോളം അതിന്റെ തൊണ്ടയിൽ കുടുങ്ങി. എന്റെ ദൈവമേ, നീ എന്തിനാണത് തിന്നത്? ഞാൻ മുൻപേ പറഞ്ഞതല്ലേ. ഇവിടെ നിൽക്ക്, ഞാൻ നിനക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാം. തള്ളക്കോഴി അടുത്തുള്ള തടാകത്തിലേക്ക് ഓടിപ്പോയി. പ്രിയപ്പെട്ട തടാകമേ, എനിക്ക് കുറച്ച് വെള്ളം തരാമോ? എന്റെ കുഞ്ഞൊരു ചോളം തിന്നു, അതവന്റെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നു. കഷ്ടം തന്നെ. ഒരു പാത്രം കൊണ്ടുവരൂ, ഞാൻ നിനക്ക് വെള്ളം തരാം. അവിടെ ഇരിക്കുന്ന ഒരു വൃദ്ധയുടെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് അവരോട് നിനക്കൊരു പാത്രം ഉണ്ടാക്കി തരാൻ പറ. ശരി, ഞാൻ പാത്രവും കൊണ്ട് തിരിച്ചു വരാം. തള്ളക്കോഴി ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന വൃദ്ധയുടെ അടുത്തേക്ക് വേഗം നടന്നു. പ്രിയപ്പെട്ട അമ്മുമ്മേ, എനിക്ക് വേണ്ടി ഒരു പാത്രം ഉണ്ടാക്കി തരാമോ? എന്നാൽ എനിക്ക്... അമ്മക്കോഴി നടന്ന കാര്യങ്ങൾ ആ വൃദ്ധയോട് പറഞ്ഞു. ഓ, എനിക്ക് സങ്കടം തോന്നുന്നു. വേഗം ഒരു വാഴയില കൊണ്ടുവരൂ. അതിനു മുൻപ് എന്റെ സൂചി എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാമോ? തള്ളക്കോഴി സൂചിക്കായി തേടി നോക്കി. സൂചി കണ്ടുപിടിച്ച ശേഷം അവർ വാഴയില കൊണ്ടുവരാനായി പോയി. പ്രിയപ്പെട്ട സുഹൃത്തെ, നീ എനിക്കൊരു ഇല തരാമോ? എന്നാൽ ആ വൃദ്ധ എനിക്കൊരു പാത്രം ഉണ്ടാക്കി തരും. തടാകം എന്റെ മകന് വെള്ളം കൊണ്ടുവരും. തള്ളക്കോഴി വീണ്ടും നടന്നതെല്ലാം വിശദമാക്കി. ഓ, കഷ്ടം തന്നെ. നീ വിഷമിക്കേണ്ട, ഞാൻ ഇല തരാം. പക്ഷെ അതിനു മുമ്പായിട്ട് നീ കൃഷിക്കാരനോട് ഈ ഇലകളൊന്ന് മുറിച്ചു മാറ്റാൻ പറയുമോ? ഇതിന്റെ ഭാരം എനിക്ക് താങ്ങാൻ വയ്യ. തീർച്ചയായും ഞാൻ പറയാം. ഇങ്ങനെ പറഞ്ഞ് തള്ളക്കോഴി കൃഷിക്കാരനെ കാണാൻ വേണ്ടി ഓടി. ഏയ് കോഴി, എന്താണിത്ര ധൃതി? ഓ, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. തള്ളക്കോഴി അയാളുടെ സഹായം അഭ്യർത്ഥിച്ചു. ദയവായി എന്നെ സഹായിക്കണം കൃഷിക്കാരാ. എന്റെ മകന്റെ തൊണ്ടയിൽ ഒരു ചോളമണി കുടുങ്ങിയിരിക്കുകയാണ്. ദയവായി വാഴക്കുല വെട്ടാമോ? എന്നാൽ വാഴ എനിക്ക് ഇല തരും. ഓ, ഞാൻ സഹായിക്കാം. പക്ഷെ ഒരു കാര്യം, ഒരാഴ്ച നീടുന്ന മുട്ടകളെല്ലാം എനിക്ക് കൊണ്ടുവന്ന് തരണം. അതൊരു പ്രശ്നമേ അല്ല, ഞാൻ തരാം. ഒന്ന് വേഗം വരൂ. കൃഷിക്കാരൻ വാഴക്കുല മുറിച്ചെടുത്തു. ഹാ, എന്തൊരാശ്വാസം. ഇതാ, ഈ വാഴയില നീ എടുത്തോ. 2 പേർക്കും നന്ദി. തള്ളക്കോഴി ഇലയും കൊണ്ട് വൃദ്ധയുടെ അടുത്തേക്ക് ഓടി. ഓ, നീ ഇലയും കൊണ്ടെത്തിയല്ലേ. ഞാനൊരു പാത്രം ഉണ്ടാക്കി തരാം. പാത്രമുണ്ടാക്കിയതിൽ നന്ദി. തള്ളക്കോഴി പാത്രവും കൊണ്ട് തടാകത്തിന്റെ അടുത്തേക്ക് ഓടി. തടാകം പാത്രത്തിൽ വെള്ളം നിറച്ചു. നന്ദി തടാകമേ. തള്ളക്കോഴി വെള്ളത്തിനായി കാത്തിരിക്കുന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കോഴിക്കുഞ്ഞ് പാത്രത്തിൽ നിന്നും വെള്ളം കുടിച്ചു. നിന്റെ തുക്കിൽ നിന്നത് എത്ര നന്നായി. അത് തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഞാൻ ചെയ്തത് തെറ്റാണമ്മേ. ഞാൻ
ഞാനൊരു പാഠം പഠിച്ചു. ഈ നിമിഷം മുതൽ ഞാൻ അമ്മ പറഞ്ഞത് അനുസരിക്കും. എനിക്ക് മാപ്പ് തരണം അമ്മേ. അമ്മ എന്തു പറഞ്ഞാലും അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. സാരമില്ല, അത് മറന്നേക്ക്. വാ പോകാം. ഒബീഡിയന്റ്. അധികാരമുള്ളവരുടെ നിർദ്ദേശങ്ങളും ആജ്ഞകളും ശിരസ വഹിക്കുക. ചോപ്ഡ്. മുറിച്ചെടുക്കുക. റിലീഫ്. ആശ്വാസം ലഭിക്കുക.